ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ മെഹന്തി ഇടൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് മെഹന്തി ഇടാൻ പ്ലാൻ ചെയ്തിട്ട് നട്ടപ്പാതിരയ്ക്ക് മെഹന്തി ഇട്ടൊരു ഡേ ആണ്. പുടവ തരാൻ വന്ന ദിവസം നൈറ്റാണ് നമ്മൾ മെഹന്തി ഇടുന്നത്. അപ്പോഴേക്കും എൻ്റെ കസിൻസ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, അലപ്പറ പിടിച്ച വീട് ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട. എല്ലാ കല്യാണ വീടും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ആ ക്ലോക്കിൽ നിങ്ങൾ സമയം കാണുന്നുണ്ടോ? 11:30 ആണ്. നമ്മൾ 10 മണിക്ക് മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ വിച്ചുവിൻ്റെ കൈ അങ്ങോട്ട് തീർത്ത് കൊടുത്തു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫൈസിയാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. അത് കഴിഞ്ഞ് ചേച്ചിക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ മെഹന്തി അവൾ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ. കാരണം എല്ലാവരും ലേറ്റായിട്ടും പുറത്ത് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനും മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് വന്നും പോയും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കഴിയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം മെഹന്തി ഇടാനൊരാഗ്രഹം. അങ്ങനെ അവസാനം പറഞ്ഞ് ഒപ്പിച്ച് ഞങ്ങൾ അവനെ കൊണ്ടൊരു നമ്മൾ സാധാരണ ടാറ്റു അടിക്കുന്ന പോലത്തേക്കൊരു ഡിസൈൻ അവൻ തന്നെ കണ്ടുപിടിച്ച് അതുകൊണ്ട് കൊടുത്തു. അതിപ്പോൾ അവൻ കയ്യിൽ വരച്ചുകൊണ്ടിരിക്കുവാണേ. ഫൈസ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് വരക്കുന്നതെന്ന്. പിന്നെ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടി. ആദ്യ കുട്ടിയും ഭയങ്കര ഹാപ്പി അവന് മെഹന്തി ഇടാൻ പറ്റിയതിൽ കേട്ടോ. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ മെഹന്തി ഇടൽ എൻ്റെ കയ്യിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചിഞ്ചേച്ചിയും മെഹന്തി ഇട്ട് ചിഞ്ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നേ. ഇനി എൻ്റെ ഊഴാണ്. അഞ്ചേച്ചിയുടെയും കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചേച്ചി പിന്നെ വീട്ടിൽ പോകുന്നില്ല, അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മളൊരു വര വരച്ചു, അത് ശരിയായില്ലെങ്കിൽ നമ്മളോട് ഓക്കെ താമര കൊടുക്കാം, അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. അവളിങ്ങനെ താമരയൊക്കെ വരച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എൽബോയുടെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ താമരയായിട്ടോ കൊടുത്തത്. എൻ്റെ മെഹന്തി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഓൾമോസ്റ്റ് 1:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് അവളിത് ചെയ്യുന്നത്. പിന്നെ ഫൈസി ഇപ്പോൾ കുറച്ചധികം എക്സ്പേർട്ട് ആയതുകൊണ്ട് നല്ല രീതിക്ക് സ്പീഡിന് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടില്ലേ, ഉറക്കം തൂങ്ങി ഞാനൊരു വഴിയായി. കാരണം കല്യാണ ദിവസമാണ്, നമ്മൾ നേരത്തെയൊക്കെ എണീറ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുതിയതായിട്ട് മേടിച്ച മൂക്കുത്തി നിങ്ങളൊന്ന് കാണിച്ചാണേ. നമ്മുടെ ഒരു കൈ തീർന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് 1.5 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അത്രയും പണി ആ കയ്യിലുണ്ട്. ഒരു കൈ തീർന്നിട്ടില്ല, ഒരു കൈയുടെ ഹാഫേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും 1.5 മണിക്കൂറായി. അവളൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ബ്രൈഡൽ മെഹന്തിയാണ്, അത്രയും ടൈം തന്നെ എടുക്കും. ആർക്കും ബ്രൈഡൽ മെഹന്തി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അത്ര എഫേർട്ട് എടുത്താണ് അവർ ചെയ്യണത് കേട്ടോ. 5 വർഷം മുമ്പ് ഫൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അഞ്ചേച്ചിയുടെ കാല്, എൻ്റെ കൈ ഒക്കെ അവളിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഫൈസ് ചോദിക്കുക, എടാ ഒന്ന് കൈ തരുമോ, എടാ ഒന്ന് കാല് തരുമോ. അപ്പോൾ എനിക്കും ചേച്ചിക്കും മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഓ അതിനെന്താ നീ വന്നിട്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ വരച്ച് പഠിച്ച കൈകളിലാണ് അവൾ ഇന്ന് ബ്രൈഡൽ മെഹന്തി ചെയ്യുന്നത്. അന്നേ ഫൈസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ ആയിരിക്കും, വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ തന്നെ ചെയ്യും, അതെൻ്റെ അവകാശമാണെന്ന്. അതെ, അത് അവളുടെ അവകാശം തന്നെയാണ്. അതുകൊണ്ട് അവൾ തന്നെയാണ് കേട്ടോ എൻ്റെ ബ്രൈഡൽ മെഹന്തി ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ ഒരു സമയത്ത് ഉറക്കപ്പിച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൾ എൻ്റെ കല്യാണത്തിന് മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. കുറച്ചധികം കൺഫ്യൂഷൻസ് കൊണ്ട് ഞാൻ അവസാനമായി പോയതാണ്. അല്ലെങ്കിൽ എൻ്റെ മെഹന്തി ആദ്യം വന്നേനെ. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ചേച്ചിയുടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കൊച്ചു വിച്ചുവിന് നല്ല ഉറക്കം വന്ന് അവൾ വീഴാറായിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അവളെ ഇട്ടിട്ട് അവളെ തിരിച്ചു വിട്ടു, ഉറക്കാനായിട്ട് കിടത്തി. പിന്നെ ചേച്ചിയുടെ ഇട്ടു. പിന്നെ ചേച്ചിയുടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയപ്പോൾ പിന്നെ ചേച്ചി പോകണില്ല എന്ന് വെച്ചു. അതിനുശേഷം ചിഞ്ചേച്ചിയുടെ മെഹന്തി ഇട്ടു. ചിഞ്ചേച്ചിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ നമുക്ക് തലേ ദിവസം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നാണ്. മൂക്കുത്തി എടുക്കാനും ഗോൾഡൻ കപ്പിൽ പോകാനും പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ എൻ്റെ കൂടെ ചിഞ്ചേച്ചിയും മഞ്ചേച്ചിയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും ശല്യപ്പെടുത്തുള്ളൂ. പിറ്റേ ദിവസം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ മെഹന്തി ഇടാൻ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ കസിൻസ് മാത്രമല്ല കേട്ടോ, ഫൈസി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അവളും ടയേർഡാണ് ഭയങ്കരമായിട്ട്, ഞാനും ടയേർഡാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവൾ എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിൽ. പിന്നെ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് അവളുടെയും എൻ്റെയും ഒരു ആഗ്രഹം ആയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുകയാണ്. ഞാൻ പാണ്ടിപ്പട സിനിമ കണ്ടിട്ട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ മെഹന്തി ഇടാതിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കൈയുടെ എൽബോ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉള്ളിലൊക്കെ നമ്മൾ നന്നായിട്ട് മെഹന്തി ഇട്ടിട്ട് പുറത്തൊക്കെ നമ്മൾ അത്യാവശ്യം സ്പീഡായി ചെയ്തത്. എന്നാലും നല്ല രീതിക്ക് അവൾ എൻ്റെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. കാലും കൂടെ ഇടാനായിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേണ്ട അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. കാലും കൂടെ ഇട്ടിരുന്നെങ്കിൽ രാവിലെ 9 മണി ആയേനെ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ മെഹന്തി വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.